3 ഘാതം എക്സ് മൈനസ് വൈ സമം 2187. 3 ഘാതം എക്സ് പ്ലസ് വൈ സമം 243 ആയാൽ എക്സിൻ്റെ വില കാണുക. 3 ഘാതം എക്സ് മൈനസ് വൈ സമം 2187നെ 3ൻ്റെ കൃതിയായിട്ട് എഴുതണം. 2187നെ 3ൻ്റെ കൃതിയായിട്ട്. അപ്പോൾ 2187നെ നമുക്ക് 3 കൊണ്ട് ഹരിക്കുക. 7 3 21, 23 6, ശിഷ്ടം 2 27, 9 3 27, 3 കൊണ്ട് ഹരിക്കുമ്പോൾ 243 എന്ന് വരും. 3 കൊണ്ട് ഹരിക്കുമ്പോൾ 81, 3 കൊണ്ട് ഹരിക്കുമ്പോൾ 27, 3 കൊണ്ട് ഹരിക്കുമ്പോൾ 9 3 3 3 1. അപ്പം 3 കൊണ്ട് ഹരിച്ചു 1 എത്തണ വരെ 1 2 3 4 5 6 7. 3ൻ്റെ കൃതി 7. അപ്പം 3 ഘാതം 7 എന്ന് എഴുതാം. 3 ഘാതം എക്സ് മൈനസ് വൈ സമം 3 ഘാതം 7. ഇതൊരു സമവാക്യമാണ്. ഈ സമവാക്യത്തിൻ്റെ ഇരുവശത്തും പാദസംഖ്യകൾ തുല്യമാണ്. അപ്പോൾ നമുക്ക് കൃതികൾ തുല്യമായിട്ട് എഴുതാം. അപ്പോൾ ഇതിന്ന് എങ്ങനെ എഴുതാം? എക്സ് മൈനസ് വൈ സമം 7 എന്നൊരു സമവാക്യം കിട്ടി. ഇതുപോലെ 3 ഘാതം എക്സ് പ്ലസ് വൈ സമം 243. 243നെ 3ൻ്റെ കൃതിയായിട്ട് എഴുതിയാൽ മതി. അതിവിടെ നോക്കിയാൽ മതി. 243 ഇവിടെ ഞങ്ങളുടെ എത്ര 3 ഉണ്ടെന്ന് നോക്കുക. 1 2 3 4 5. അപ്പോൾ 243നെ നമുക്ക് 3 ഘാതം 5 എന്ന് എഴുതാം. ഇവിടെ പറഞ്ഞ പോലെ ഒരു സമവാക്യമാണ്. ഇരുവശത്തും പാദസംഖ്യകൾ തുല്യം. അപ്പോൾ കൃതികൾ തുല്യമായിരിക്കും. നമുക്ക് എന്തെഴുതാം? എക്സ് പ്ലസ് വൈ സമം 5 എന്ന് എഴുതാം. ഇതൊരു സമവാക്യം. നമുക്ക് ഈ 2 സമവാക്യങ്ങളും കൂടി കൂട്ടുക. ഒരു എക്സും കൂട്ടിയ 2x, മൈനസ് വൈയും പ്ലസ് വൈയും കൂട്ടിയ അത് 0 ആയി പോയി. 7 5 12. 2x സമം 12. എക്സ് എങ്ങനെ കാണുക? 12/2 6. നമുക്ക് കാണേണ്ട എക്സിൻ്റെ വിലയാണ് ഉത്തരം 6.